അണിചേർന്നിടാം അഴിത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകരം പമ്പലിയായിടാം ബലവാന് സ്തുതി പാടിടാം ബലിയർപ്പകരം പമ്പലിയായിടാം ബലവാന് സ്തുതി പാടിടാം അഴിത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അഴിത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമി ബലിവേദിയിൽ മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമി ബലിവേദിയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മളെ മുഴുവനായും കർത്താവിൻ്റെ അൽത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധത്തിൽ സമർപ്പിക്കാം. ലോകത്തിന് മുഴുവനും വേണ്ടി നമുക്ക് ഇന്നത്തെ പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിന് വേണ്ടിയും ഓരോ മനുഷ്യന് വേണ്ടിയും രോഗപീഠയാൽ ക്ലേശിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹാതിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം ഭാവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായനേക്കും. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം
നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം പരിപാലേ, പരിപാലനാമത്തേനെ നിൻ കൃപയങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന ദിവസത്തോടെ മനസ്സിലാക്കുകയും നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 1-ാം അധ്യായം 33 മുതൽ 46 ഉള്ള വാക്യങ്ങൾ ഗുരുവായി ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴികാട്ടുന്നവനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. അവിശ്വസത. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിൻ്റെ പുത്രനും നിൻ്റെ സഹായകമായ ജോഷ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾ ഇരയാവുന്നുവെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനി പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുകയും. ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തുകൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ച് മലപ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എൻ്റെ അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും വരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാനത് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ചെവി കൊണ്ടില്ല. കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലപ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സെയ്റിൽ ഓർമ്മ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിന് മുൻപിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവി കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുധനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ.
എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നേ വേദികളിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്വദിച്ചാലും. മിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാവരത്തോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാവരമുള്ളവൻ്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. സഹോദരരെ, ഞാൻ ഭാഷാവരത്തോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും ഏതെങ്കിലും വെളിപ്പാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? വീണ, കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ ആർക്ക് സാധിക്കും? കാഹധ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും. ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്കെന്തു മനസ്സിലാകും? വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവനും ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങൾ അന്യ കാര്യങ്ങളിൽ ഉത്സുകരാകുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യത്നിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാദാനിയൽ ചെയ്താലും ദാസർ സേവിക്കുന്നു. നാദാനിയൽ ചെയ്താലും ദാസർ സേവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവ്
അധ്യായം 12-22 മുതലുള്ള തിരുവചനങ്ങൾ. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഏറ്റവും നിസ്സാരമായതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നതിന്. ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ, എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്ന സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിലും അവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ അറിയപ്പെടുന്നതുമായ വലിയ പുല്ലിനെ ദൈവം എത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ ജഗണമേ, ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതം നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈർഘ്യമേറിയ കാലഘട്ടം കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണവും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ്, പഠനങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം ദൈവപരിപാലനയെക്കുറിച്ചുള്ള സുവിശേഷമാണ്. ഒരുപക്ഷേ നമുക്ക് കേൾക്കാൻ ഏറ്റവും സുഖമുള്ള, നമുക്ക് സുഖം തരുന്ന ഒരു വാക്കാണ് ദൈവപരിപാലന. എത്രയും സുഖകരമാണ്. എല്ലാം ദൈവം നോക്കും, എല്ലാം ദൈവം പരിപാലിക്കും. പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാക്കുകളിൽ ഒന്നാണ് ദൈവപരിപാലന. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാക്കുകളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ദൈവം ഇത് വെറും വാക്കല്ല, ദൈവം നമ്മളെയൊക്കെ ശരിക്കും പരിപാലിക്കുമെന്നുള്ള ഉറപ്പ് ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് ചെന്നാൽ അവിടെ അബ്രാഹവും മോശയും മുതൽ ദൈവം അത്രയധികം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒട്ടനവധി അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ജീവിതത്തിലും അതിശക്തനായ ഫറവോയുടെ മുന്നിൽ ഒരു കുതിര പോലും ഒരു ആയുധം പോലും ഇല്ലാത്ത ഇസ്രായേലിനെ ദൈവം അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ പരിപാലന എത്രയധികം അനുഭവിച്ചറിയാൻ ഇസ്രായേൽക്കാർക്ക് മറ്റൊരു അത്ഭുതം വേണ്ട എന്ന് നമുക്കറിയാം. ചെങ്കടൽ കടന്നതും പിന്നീട് മരുഭൂമിയിലൂടെ യാത്രയിലും ഒരു വടിയെടുത്ത് പാറയിലടിച്ചപ്പോൾ വെള്ളം വന്നു. ഒരു രാത്രി ഒരു നേരം വെളുത്തപ്പോൾ മുറ്റം നിറയെ മന്ന വർഷിച്ചിരിക്കുന്നു. അവർ കുടിക്കാൻ വെള്ളവും ഭക്ഷണവും കാടപ്പക്ഷിയും. ദൈവം ഇസ്രായേലിനെ തൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നു എന്നതിന് അവർക്ക് മറ്റൊരു അനുഭവവും ഒരു ജീവിത യാഥാർത്ഥ്യവും വേണ്ടി വന്നില്ല. അതുകൊണ്ട് ചരിത്രത്തിലുടനീളം കടന്നു പോകുമ്പോൾ പഴയ നിയമ ചരിത്രത്തിൽ ദൈവപരിപാലന അവരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അനുഭവമാണ്, അത് സത്യമായി അവർ വിശ്വസിച്ചു. പിന്നീട് നമ്മൾ കാണുന്ന ഓരോ ജീവിതത്തിലും, പ്രവാചകന്മാരുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കാണുന്നത്, എലിയ പ്രവാചകനെ ആഹാബിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ കാക്കയെ കൊണ്ട് ദൈവം ഭക്ഷണം കൊടുപ്പിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അതുപോലും ഈ പ്രപഞ്ചത്തെ പോലും ഉപയോഗിച്ച് മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ദാവീദിൻ്റെ അതിശക്തമായ സൈന്യം കൊണ്ട് വന്ന സാമൂളിനെയെല്ലാം ദൈവം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദാവീദിനായി കൊച്ചു ചെറുക്കൻ്റെ ദൈവം അതിശക്തമായി ഉയർത്തിയതും രാജാവാക്കിയതും എല്ലാം ദൈവം ഇഷ്ടപ്പെട്ടവരെ ദൈവം പരിപാലിക്കുന്നു, എല്ലാവരെയും ദൈവം പരിപാലിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ദൈവപരിപാലനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഈശോ പഠിപ്പിച്ചത് നിങ്ങൾ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെ കുറിച്ചാണ്. വളരെ വലിയൊരു കോൺട്രാസ്റ്റാണ് ഈശോ നടത്തിയത്. നിങ്ങൾ നോക്കി കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവർക്ക് കളപ്പുരയോ മലപുരയോ ഇല്ല, എന്നാലും ദൈവം അവരെ തീറ്റിപ്പോറ്റുന്നു.
ഒരു ചെറിയ ഒരു ജീവിയെ ഉദാഹരിച്ചുകൊണ്ടാണ് ഈശോ ദൈവപരിപാലനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലും ഒരു നേരം ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ അത് വിശന്ന് പുരിഞ്ഞു മരിക്കുന്നില്ല. ദൈവം അവയെ പോറ്റുന്നു. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവയെപ്പോലെ ഏറ്റവും നിസ്സാരമായ കാര്യത്തെ പോലും ദൈവം അത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതും എത്രയോ മനോഹരമായി അലങ്കരിക്കുന്നു. എത്രയോ അത് സോളമൻ പോലും അതിൻ്റെ മഹത്വത്തിൽ എത്രമാത്രം അലങ്കൃതനായിരുന്നില്ല. അത്രമാത്രം ദൈവം അതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം അത്രമാത്രം മനോഹരമാക്കിയിരിക്കുകയാണ്. ദൈവപരിപാലനയെക്കുറിച്ച് ഇത്രമാത്രം ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കും ദൈവപരിപാലനയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാം. എന്നാൽ സത്യത്തിൽ എന്താണ് ദൈവപരിപാലന എന്ന് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കാം. നമുക്ക് സുഖം നൽകുന്ന വാക്കാണ്, സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും പലരുടെയും ജീവിതത്തിൽ ദൈവപരിപാലന ഇല്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എനിക്ക് ദൈവം സഹായിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഞാൻ പല കാര്യങ്ങൾക്കും വേണ്ടി അപേക്ഷിച്ചിട്ട് നടത്തി തന്നില്ല, എനിക്കൊരു ജോലി കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഞാൻ ആഗ്രഹിച്ച ജോലി തന്നില്ല, ഞാനൊരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ വിവാഹം നടന്നില്ല, ഞാൻ എൻ്റെ ബിസിനസ് വളരാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു, എന്നാൽ ബിസിനസ് വളർന്നില്ല, പരാജയമായിരുന്നു, ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചു, അതൊന്നും നടന്നില്ല, നടക്കുന്നുമില്ല. അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് എന്നെ പരിപാലിക്കുന്നത്? പലരുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം പരിപാലിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന നമ്മുടെ മനോഭാവം, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഭാവം. ദൈവം അന്നും ഇന്നും പ്രപഞ്ചമുണ്ടായത് മുതൽ മനുഷ്യനെ മുഴുവൻ പരിപാലിക്കുന്നുണ്ട്. അവൻ ഇനിയും അവസാനം വരെ, ലോകാവസാനത്തോളം ദൈവം മനുഷ്യനെ പരിപാലിക്കും. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ് ഈ ദൈവപരിപാലനയെ കാണുന്നത്? എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നൊരു ദൈവമാണോ? അതാണ് ദൈവപരിപാലന അല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മൾ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ കടന്നു പോയാൽ സാധിക്കും. എനിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ അതേപോലെ നടത്തി തരികയാണെങ്കിൽ അത് ദൈവപരിപാലനയാണ്. അതൊരിക്കലും സംഭവിക്കില്ല. അതല്ല ദൈവപരിപാലന എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് നമ്മളെ പഠിപ്പിക്കുന്ന ഒട്ടനവധി പേരുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും നമ്മൾ ചരിത്രത്തിൽ കണ്ടുമുട്ടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം ജീവിതത്തിൽ ധനികനായി ജീവിച്ച് പരമദരിദ്രനായി മരിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം തെരുവോരങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട്, സ്വന്തം അപ്പൻ്റെ മുമ്പിൽ പോലും ഒരു യാചകനെ പോലെ യാചിച്ചുകൊണ്ടാണ് അത് കടന്നു പോയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവം പരിപാലിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും സുഖസമ്പുഷ്ടമായി വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയിരുന്നുവെന്ന് പോലും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറയുന്നില്ല. പല ദിവസങ്ങളിൽ പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. എവിടെയാണ് ദൈവം പറഞ്ഞത്? ഒരു വയറ് നിറച്ച് ഭക്ഷണം പോലും കിട്ടാതെ വരുന്നില്ല കാക്കകളെ നോക്കി പറഞ്ഞ കർത്താവ്. പല ദിവസങ്ങളിൽ പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, ദിവസങ്ങളോളം വെള്ളം പോലും കിട്ടാതെ കിടന്നുണ്ട്, മനുഷ്യരെ സഹായിക്കാതെ ഇരുന്നുണ്ട്, യാചിച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഈ കഠിന പ്രയത്നങ്ങളിൽ, ക്ലേശങ്ങളിലൂടെ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോഴും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദൈവം ഇതൊക്കെ എനിക്ക് നൽകിയാലും ദൈവം എന്നെ സംരക്ഷിക്കുന്നു, എന്നെ പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ ദൈവപരിപാലനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവപരിപാലനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് എല്ലാം ആഗ്രഹിക്കുന്ന പോലെ തരും, ഒരു ബുദ്ധിമുട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നല്ല നമ്മൾ കരുതേണ്ടത്. മറിച്ച് ഏത് ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയതുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവം എന്നെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. മദർ തെരേസയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒട്ടനവധി ജീവിതാനുഭവങ്ങളിലൂടെ മദർ തെരേസയുടെ ആത്മകഥ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ജീവിച്ച നാളുകളിലല്ല ദൈവപരിപാലനയെക്കുറിച്ച് പ്രഘോഷിക്കപ്പെട്ടത്. മറിച്ച് ഒരുപക്ഷെ മദർ തെരേസയുടെ ജീവനാന്ത്യത്തിലോ ഒരുപാട് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ലോകം ദൈവപരിപാലനയെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ മദർ തെരേസ കഷ്ടപ്പെട്ടതിൻ്റെ, ക്ലേശങ്ങളുടെയും നേരിട്ട പ്രയാസങ്ങളുടെയും ചരിത്രം നോക്കുമ്പോൾ ദൈവം മദർ തെരേസയെ പോലും, വിശുദ്ധരെ പോലും കൈവിടഞ്ഞോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാം. ഓരോ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, കഠിനമായ സാഹചര്യങ്ങൾ കടന്നുപോയി, പ്രയാസങ്ങൾ കടന്നുപോയി. അവിടെയെല്ലാം അവരുടെ ആ പ്രയാസങ്ങളിലും അവർ പിടിച്ചു നിന്നു.
ദൈവം ഉപേക്ഷിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ അവർ ഉറച്ചു നിന്നു. വിശ്വാസവും സ്ഥൈര്യവും കൈവിടാതെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ഇതാണ് പ്രിയപ്പെട്ടവർ ദൈവപരിപാലനം. നമുക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമുക്കും ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അനന്ത ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കുരിശുകളും ക്ലേശങ്ങളും ഉണ്ടാകും. രോഗങ്ങൾ വരും, പീഡനങ്ങൾ വരും, മരണകരമായ സാഹചര്യങ്ങൾ വരും. ഒരുപക്ഷെ മരണപ്പെട്ടു പോയേക്കാം, രോഗങ്ങളിൽ മരണപ്പെട്ടു പോയേക്കാം, ജീവിതം തകർന്നു പോയേക്കാം, പരാജയങ്ങൾ ഒന്നിനു പിറകെ വന്നാക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം പിറകിൽ ദൈവം സംരക്ഷിക്കുന്നു, ദൈവം പരിപാലിക്കുന്നു, ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. മരണമല്ല നമ്മുടെ ജീവിത വിജയം, നമ്മുടെ ബിസിനസ്സിൻ്റെ പരാജയം നമ്മുടെ ജീവിത വിജയമല്ല, അല്ലെങ്കിൽ ജീവിത പരാജയവുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒപ്പം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവപരിപാലന നമ്മളിലൂടെയാണ് പൂർത്തിയാകുന്നത്. അത് ദൈവം നേരിട്ട് വന്ന് ഒരാളെ കൊണ്ട് നമുക്ക് അന്ന് ഒരു 10 ലക്ഷത്തിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം ആർക്കും ഒന്നും തരാറില്ല. നമ്മളിലൂടെയാണ് ദൈവപരിപാലനം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ പറയുന്നത്, നിൻ്റെ സമ്പത്ത് നീ വിറ്റ് ദാനം ചെയ്യുക. വളരെ കൃത്യമായിട്ട് ഈശോ വളച്ചുകെട്ടുകളില്ലാതെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. നിൻ്റെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുക. ഇതാണ് ദൈവപരിപാലനം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മറ്റുള്ളവരിലൂടെയാണ്, നമ്മളിലൂടെയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നത്, ദൈവം പരിപാലിക്കുന്നത്, അവരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് സമ്പത്ത് വിറ്റ് ദാനം ചെയ്യാൻ തന്നെയാണ് ദൈവം നമ്മളെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത, ഒരിക്കലും നശിക്കാത്ത നിത്യമായ സമ്പത്ത് നിങ്ങൾ സ്വർഗത്തിൽ സമ്പാദിച്ചു വയ്ക്കും. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അതുകൊണ്ട് ദൈവപരിപാലന സുഖകരമായൊരു വാക്കിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നൽകുന്നൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നൽകുന്നത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈശോ അവസാനം പറയും, നിൻ്റെ സമ്പത്ത് എവിടെയോ നിൻ്റെ ഹൃദയം അവിടെയാണ്. വിശുദ്ധനായ അന്തോണീസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ല ഒരു വലിയ രസകരമായ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം വലിയ പ്രഗത്ഭനായ ഒരു പ്രസംഗികനായിരുന്നു. അദ്ദേഹം പ്രസംഗകനായ ഒരു വലിയ ധനികനായ മനുഷ്യൻ്റെ, ബാധുവായിലെ ധനികനായ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാരത്തിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ മനുഷ്യൻ വലിയ സമ്പന്നനായിരുന്നു, ധനികനായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ ഹൃദയം ഇപ്പോൾ ഈ ശരീരത്തിലില്ല. ഈ മനുഷ്യൻ്റെ ഹൃദയം അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണപ്പെട്ടിയിലാണ്. എന്നിട്ട് ലൂക്കയുടെ സുവിശേഷം ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അന്തോണീസ് പ്രസംഗിച്ചത്. നിൻ്റെ സമ്പത്ത് എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയം. അന്ന് രാത്രി ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് ഭാര്യയും മക്കളും പോയി അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടി തുറന്ന് നോക്കി എന്നാണ് പറയുന്നത്. പണപ്പെട്ടി തുറന്ന് നോക്കിയപ്പോൾ ത്രസിക്കുന്ന ജീവനുള്ള ഒരു ഹൃദയം ആ പണപ്പെട്ടിയിൽ, ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ഹൃദയം അവിടെ കണ്ടു എന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ അതിശോക്തിയായിരിക്കാം, ഒരുപക്ഷെ നമ്മളെ ഒരുപാട് കൂട്ടി എഴുതിയതായിരിക്കാം. എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ പണത്തിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ നിന്ന് വേർപെട്ട് പോകുന്നില്ല. പണത്തിനെക്കുറിച്ച് ആകുലപ്പെടുന്ന മനുഷ്യൻ എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കും. മരിച്ചാലും അവൻ്റെ ഹൃദയം സമ്പത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ പരിപാലനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലൂടെയാണ് ദൈവപരിപാലന ഈ ലോകത്തിൽ പൂർത്തിയാകുന്നത്. അനേകം മനുഷ്യരിലൂടെ, അനേകം സുമനസ്സുകളിലൂടെ, അനേകം ഔദാര്യമുള്ള വ്യക്തികളിലൂടെ, ഒരുപാട് ദരിദ്രരിലൂടെ ദൈവം ഉദാരമായി ലോകത്തെ സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടുന്നു. അത് ദൈവം ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തോന്നിപ്പിക്കുകയാണ് നീ ചെയ്യാൻ. ദൈവം കാക്കയോട് പറഞ്ഞതുപോലെ, ഓരോരുത്തരോടും ദൈവം ആവശ്യപ്പെട്ടതുപോലെ ദൈവം ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അതുകൊണ്ട് നമുക്കും പരിപാലന നമ്മുടെ ജീവിതത്തിൽ നമുക്കും കൂടുതൽ ആഴമായി ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ അനുദിനവും ദൈവപരിപാലനയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ജീവിത വിജയം. ഓരോ ജീവിത ക്ലേശങ്ങളിലും, ഒരു ആയുഷ്കാലം ജീവിച്ച് അവസാനം മരണക്കിടക്കയിൽ കിടന്ന് ദൈവം എന്നെ സംരക്ഷിച്ചു എന്ന് ഏറ്റുപറയുന്നതിലല്ല, ഓരോ ദിവസവും ഓരോ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവം എന്നെ നോക്കുന്നുണ്ട്, ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഏറ്റുപറയുന്നതിലാണ് വിശ്വാസ ജീവിതം വിജയം പ്രാപിക്കുന്നത്. നമുക്കും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം, ദൈവപരിപാലനെ ആശ്രയിച്ച് ജീവിക്കാം. ക്ലേശങ്ങളിലൂടെ നടന്നാലും കർത്താവ് എന്നെ വഴി നടത്തും. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവ് മരണത്തിൻ്റെ താഴ്വരയിൽ ഞാൻ നടന്നാലും, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്നുപോയ നാളുകളാണ്. മരണത്തിൻ്റെ താഴ്വരയിൽ നടന്നു പോയിട്ടും ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, ദൈവം എന്നെ പരിപാലിക്കും. ഞാൻ പാപം ചെയ്താലും, ഞാൻ അവിശ്വസ്തനാണെങ്കിലും ദൈവം എന്നെ പരിപാലിക്കും എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒരു നിമിഷം കരങ്ങളടച്ച് കണ്ണുകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവപരിപാലന എന്നുള്ള വലിയ ദർശനം, വലിയ യാഥാർത്ഥ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് ഞങ്ങൾ ആഗ്രഹിച്ച് നൽകുന്നതല്ല ദൈവപരിപാലനം, മറിച്ച് ഞങ്ങളുടെ ക്ലേശങ്ങളുടെയും കുരിശുകളും നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൈവം ഞങ്ങളുടെ
കൂടെയുണ്ട്, ഞങ്ങളുടെ പിന്നിലുണ്ട്, ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നടക്കാൻ കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ദൈവം ഞങ്ങളോട് ദൈവരുമാനം പൂർത്തിയാക്കുകയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഔദാര്യത്തോടെ ജീവിക്കാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ, സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അതിൽ വളരാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തിരുനാളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീയന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവതം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിലൂടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ ദയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുനിണവുമില്ല പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധി വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നാദനും മധുപോലാത്മജനും ദിവ്യരൂഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം.
പാവനമീ ബലി. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും അഭിരോധാനത്തിൽ ശരണം തേടുന്നു. ഉത്തീതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ അവിടുന്ന് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമനീസായും വിദ്യായുസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരൻ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസവും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടവ എല്ലാവരെയും വിസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാലേ പേരി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. പിതാവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതരാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന വിദേശങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷയും ചെയ്യാം. നിങ്ങൾ ആദരവോറും ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമായതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദം സഹവാസമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. രാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ച അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിശായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഇവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ
പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായ നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പറയുവാൻ കഴിയാത്ത വിധം എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് മരിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് മിത്രാപ്പൊലീത്താക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ആൻഡ്രൂസ് മിത്രാപ്പൊലീത്താക്ക് വേണ്ടിയും ടോണി മിത്രാന് വേണ്ടിയും ജേക്കബ് മിത്രാപ്പൊലീത്താക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതാരന്മായ പ്രേക്ഷിതർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും പിതാക്കന്മാരുടെ പാവനസ്മരണം സമൃദ്ധമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും പറയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസൻ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഇടനാഥൻ രക്ഷികനമായ ഈശോ മിശിഹായുടെ ഇടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിത്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമുഖമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന 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 നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷാമൂല്യമായ ശേഷം നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനാർത്ഥമുള്ള ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും കൂടി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം.
വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പൈശാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണയോടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരുടെ വലിച്ചുസ്തുതിക്കുവാൻ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹിതന്മാരെ അനുഗ്രഹിച്ച് വിശുദ്ധ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുകയും സഹോദരനെ വരുവിൻ. ഈശോയുടെ ശരീരം നിങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളിൽ കാരണമാകട്ടെ. എന്നേക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അവിടെ നിൽക്കുക, സ്വീകരിക്കാത്തവർ ഇരിക്കുക. സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപരിചിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെയും ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷുക്തകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിനെയും മകടവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ.
വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവ് പ്രവർത്താൻ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെ കുരിശങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും മനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഉപവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം. സ്നേഹപിതാവാ സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുധനായി നൽകിയിടുക ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. കർത്താവിനെ ഉടമേ സ്വസ്തി. കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ വരുമോ ദൈവം നടന്നുകൂടാ. എന്നമ്മയോക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു വിളിനീരോടെ. എന്നമ്മയോക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു വിളിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമം കണ്ടു